ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായി വരേണ്ടുന്ന ഏറ്റവും വലിയ സത്യം എന്തെന്ന് ചോദിച്ചാൽ വിശ്വസ്തതയാണ്. സഹജീവികളോടുള്ള വിശ്വസ്തത, നിന്റെ സുഹൃത്തുക്കളോടുള്ള വിശ്വസ്തത, നിന്നെ സ്നേഹിക്കുന്നവരോടുള്ള വിശ്വസ്തത. ഒരുപക്ഷെ ആത്മാർത്ഥമായ ഒരു ഹൃദയം കൊണ്ട് നീ പറഞ്ഞ കൂട്ടരുടെയൊക്കെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ടും തള്ളിക്കളയുകയും നിന്നെ ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്ത നാൾവഴികൾ നിനക്ക് പിന്നിൽ ഉണ്ടായിരിക്കാം. ആരോടും പറയാതെ നീ കരഞ്ഞ നാളുകൾ, നിന്റെ വേദനകൾ ആരോടും പങ്കുവയ്ക്കാനില്ലാതെ ഒറ്റപ്പെട്ട നാളുകൾ, വിഷാദത്തിൻ്റെ വളരെ തീവ്രമായ അവസ്ഥയിലൂടെ നീ കടന്നുപോയപ്പോഴും നിന്റെ ജീവിതത്തിൽ നിനക്ക് കൂട്ടായി നീ എപ്പോഴും പറയാറുള്ള ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു സത്യമാണ്. പക്ഷേ നിന്റെ വിശ്വസ്തതയ്ക്ക് പകരം നൽകുന്ന ഒരു വ്യക്തി നിന്നോടുകൂടെ ഉണ്ടെന്ന് നീ മറന്നു പോകരുത്. കാരണം മനുഷ്യർ തള്ളിയാലും നിന്നെ കൈക്കൊള്ളേണ്ടുന്നവർ അകറ്റിക്കളഞ്ഞാലും നിന്റെ കണ്ണുനീർ നിലത്തു വീഴുന്നത് കണ്ടിട്ടും അതെന്നെ പ്രതിയാണ് അവളാ വേദനപ്പെടുന്നത്, അവനാ വേദനപ്പെടുന്നത് എന്ന് തിരിച്ചറിയാതെ നിന്റെ മുഖത്തേക്ക് പോലും നോക്കാതെ അകന്നു പോയവരുടെ കാൽപാദങ്ങൾ ഇന്നും ഒരുപക്ഷെ നിന്റെ മനസ്സിൽ പതിഞ്ഞു കിടപ്പുണ്ടാകും. ഒന്ന് പറയട്ടെ, ഭാരം അത് മനുഷ്യ ജീവിതത്തിൽ സഹജമാണ്. വേദന അത് മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ കൊടുത്തിരുന്ന ചില വിശ്വസ്തതകളുണ്ട്. നിന്നെ ആരോരും കരുതാത്ത സമയത്ത് ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നീ കവിണ്ണു വീണ് കിടന്ന് പ്രാർത്ഥിച്ച നിന്റെ പ്രാർത്ഥനകളുണ്ടല്ലോ, നിന്റെ കണ്ണുനീരുണ്ടല്ലോ, അതിനൊക്കെ നിനക്ക് മറുപടി തരുന്ന കാലം വിദൂരമല്ല. കാരണം അവൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ ലോകത്തിൽ മറ്റാരേക്കാളും അധികമായി നിന്നെ അവൻ സ്നേഹിക്കുന്നു. നിന്റെ വേദന നിറഞ്ഞ കണ്ണുനീരും നിന്റെ ഹൃദയത്തിൽ നിന്ന് എങ്ങോ മാറി മറിയുന്ന ഓളങ്ങൾ പോലെ ബുദ്ധിമുട്ടുകളും വേദനകളും വിഷാദങ്ങളും ഒക്കെ അതിൽ തിരകളായി നിന്റെ ജീവിതത്തിലേക്ക് പോവുകയും വരികയും ചെയ്തിരുന്ന ആ കാലഘട്ടത്തിൽ അതിൻ്റെയൊക്കെ വ്യാപ്തി തിരിച്ചറിയാവുന്ന ഒരേ ഒരുവൻ നിന്നെ സൃഷ്ടിച്ച നിന്റെ സൃഷ്ടിതാവ് മാത്രമാണ്. ആകയാൽ നീ മനുഷ്യരോട് കാണിച്ച വിശ്വസ്തതയ്ക്ക് മനുഷ്യർ നിനക്ക് പകരം നൽകിയില്ലെങ്കിലും, നിന്റെ സഹജീവികൾ നിനക്ക് പകരം നൽകിയില്ലെങ്കിലും, നിനക്ക് ആ ഒരു വില തന്നില്ലെങ്കിലും, നിന്റെ കണ്ണുനീരിനും നിന്റെ വിശ്വസ്തതയ്ക്കും പകരം നൽകുന്ന ഒരുവൻ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിന്റെ അരികിലുണ്ട്. നിന്റെ കണ്ണുനീർ അവൻ തുടയ്ക്കുന്നുണ്ട്. നിന്റെ ഹൃദയത്തിൻ്റെ വേദനകളുടെ താളങ്ങളെ അവൻ ഇല്ലായ്മ ചെയ്തു വിടുന്നുണ്ട്. നിനക്കറിയുവാൻ സാധിക്കും. ആ മനസ്സ് കൊടുത്ത് കർത്താവിലേക്ക് ഇരുന്ന് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഈ സമയം അവൻ നിനക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. നിന്റെ അരികിലുണ്ട്, നിനക്കായി മാത്രം. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. വിശ്വസിക്കാതെ ഇരുന്നിട്ടും ദൈവം അവരോട് പറഞ്ഞ കാര്യങ്ങളിൽ, വാഗ്ദത്തങ്ങളിൽ, തീരുമാനങ്ങളിൽ പലതും അവർക്ക് വേണ്ടി സൃഷ്ടിതാവാകുന്ന ദൈവം ചെയ്തു കൊടുത്തുവെങ്കിൽ നീ വിശ്വസിച്ചിട്ട് ആ കർത്താവിന് പുറകെ ഇറങ്ങിത്തിരിച്ചിട്ട് നിന്റെ ജീവിതത്തിൽ ഇന്നും നീ കാത്തിരിക്കുന്നത്, നീ ആഗ്രഹിച്ചിരിക്കുന്നത് സംഭവിക്കുകയില്ല എന്നാണോ നീ കരുതുന്നത്? അല്ലേ അല്ല. നിന്റെ ജീവിതത്തിൽ അത് കടന്നു വരും. നീ അത്ഭുതം കൂറുമാറും നിന്റെ ജീവിതത്തിൽ അത് കടന്നു വരും. ഇന്ന് അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും.